നമ്മുടെ മുഖ്യമന്ത്രി പുതിയ നടപടിയായിട്ട് വരുന്നുണ്ട്. അതായത് മുഖ്യമന്ത്രിക്കെതിരെ, അതായത് വി ഡി സതീഷിനെതിരെ സോഷ്യൽ മീഡിയയിൽ പലതരം പ്രചരിക്കുന്ന പലതരം ട്രോളുകളുണ്ടല്ലോ. ട്രോളുകളും സതീഷിനെതിരായ പോസ്റ്റുകളും സർക്കാരിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചു വരുന്ന പോസ്റ്റുകളും എല്ലാത്തിനും വിലക്ക് വീഴാൻ പോകുന്നു. അതായത് ഇതിനെയെല്ലാം റിമൂവ് ചെയ്യാനായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ കാര്യങ്ങൾ പോവാം. അപ്പം ഇപ്പൊ സോഷ്യൽ മീഡിയ വേണ്ട, കാരണം ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന നെഗറ്റീവ്സുകൾ ബാധിക്കുമെന്ന് സതീഷിന് നല്ല ഉറപ്പുണ്ട്. അപ്പം വേറൊരു കാര്യം കൂടെ ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എനിക്ക് തോന്നുന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന് മുന്നേ ഇതേ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് മുഖ്യമന്ത്രി ആണെന്നുള്ള രീതിയിൽ പ്രചരണം നടത്തിയിട്ടുള്ള സതീഷിന് ഉൾപ്പെടെയുള്ള ടീമുകൾ കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ട് ഇല്ലേ? അതായത് മുഖ്യമന്ത്രി ആകുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിയവരാണ് കോൺഗ്രസ്സുകാർ. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ രാഷ്ട്രീയം ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തതും ഈ കോൺഗ്രസ്സുകാർ തന്നെ. അതെ, നമ്മൾ ഇവർ പഴഞ്ചൊല്ലാണ് ഓർമ്മ വരുന്നത്. പാലം കടക്കോളം നാരായണ, പാലം കടന്ന പിന്നെ കൂരായണ എന്ന് പറയുന്ന ഒരു രീതി ഇപ്പം കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഇപ്പം പുലർത്തിക്കൊണ്ടിരിക്കുന്ന സമീപനമാണ്. ഇപ്പം നമ്മൾ നോക്കിക്കോളൂ, ഇവിടെ ഗൗരി ലങ്കേഷ് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തക കർണാടകയിൽ വെച്ച് അവരുടെ താമസ സ്ഥലത്ത് വെച്ച് വെടിയേറ്റ് മരിച്ചു. കൽബുർഗി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനും പുള്ളിയെ കൊലപ്പെടുത്തുന്നു. എവിടെയാണ്? നമ്മുടെ രാജ്യത്താണ്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ ബോധമുള്ള അല്ലെങ്കിൽ സെക്യുലറിസ്റ്റിക് മനോഭാവമുള്ള, അതിനുമപ്പുറം അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നമ്മുടെ ഈ നാട്ടിലാണ് ഇതൊക്കെ സംഭവിച്ചത്. പലരും എഴുത്ത് നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് വരെ പോകാൻ ഈ പറയുന്ന ഒരു ഫാസിസ്റ്റ് ചിന്താഗതിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അവരെ അവിടെ വരെ കൊണ്ടെത്തിക്കാൻ. പെരുമാൾ മുരുകൻ എന്ന് പറയുന്ന തമിഴ്നാടിൻ്റെ ഒരു എഴുത്തുകാരുണ്ട്. പുള്ളി വരെ എഴുത്ത് നിർത്താനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള ഫാസിസത്തിൻ്റെ അമിതമായ രംഗപ്രവേശവും കടന്നാക്രമണവും തന്നെയാണ്. അതായത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്. പക്ഷേ ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ തനിക്ക് ദോഷമാകുന്ന എന്തിനേയും അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇല്ലാതാക്കുകയും തനിക്ക് നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങളെ പോലും തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു ഫാസിസ്റ്റ് മനോഭാവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇവിടുത്തെ അധികാരവർഗം എന്നുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്യപ്പെടുന്നില്ല? ശരിക്കും അത് ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ടതല്ലേ? ഈ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം തനിക്കെതിരായി വരുന്ന വാർത്തകൾക്കെതിരെ അത് ആ പോസ്റ്റുകൾ നീക്കം ചെയ്യും. എന്തിന്? പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ള അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള അഭിപ്രായം പോലും ഒരു വളരെ ഒരു ഏറ്റവും ഒരു മുഖ്യധാരാ ചാനലിൻ്റെ തന്നെ ഒരു പോസ്റ്റ് അപ്പാടെ നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത്? ഒരു അധികാരി വിമർശനങ്ങളെ ഭയക്കുകയല്ല വേണ്ടത്. വിമർശനങ്ങളിൽ നിന്നും ശരിയിലേക്കുള്ള യാത്രയിലേക്ക് പോവുക എന്നുള്ളതാണ് ഏതൊരു അധികാരിയും ചെയ്യേണ്ടതും ശ്രമിക്കേണ്ടതും. രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ 100-ലധികം ആളുകളുണ്ടാവും. 100 അല്ലെങ്കിലേ ഉള്ളൂ, നിരവധി ആളുകളുണ്ടാവും രാജാവ് നഗ്നനാണ് എന്ന് സധൈര്യം വിളിച്ചു പറയാൻ. എന്തുകൊണ്ട് വിളിച്ചു പറയുന്നു? നഗ്നനായതുകൊണ്ടാണ് വിളിച്ചു പറയുന്നത്. അല്ലെങ്കിൽ വെറുതെ പോകുമ്പോൾ നഗ്നനാണെന്ന് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി അധികാരമേറ്റതിന് ശേഷം നമ്മുടെ കേരളത്തിൽ എന്ത് മാറ്റം ഉണ്ടായി? സിമ്പിളായിട്ട് നമ്മൾ ഈ പറയുന്ന 100 ദിവസം ആകുന്ന ഒരു സർക്കാരാണ്. ഈ സർക്കാരിൽ നിന്ന് എന്ത് മാറ്റമാണ് ഇവിടുത്തെ സാധാരണക്കാർക്ക് കിട്ടിയത്? പ്രിയദർശിനി ബസ് എന്ന് പറയുന്ന ഒരു ബസ് ഓടിച്ച് സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്തിട്ട് ഇവിടുത്തെ സ്വകാര്യ ബസ് ഉടമകളുടെ വയറ്റ് തടിച്ചാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെച്ചപ്പെട്ട ഒരു നീക്കം. ഇവിടെ അധികാരത്തിലേറിയതിനു ശേഷം ഇതുവരെയുള്ള സർവകലാശാലകളിൽ എല്ലായിടത്തും സംഖ്യകൾ ഇരച്ചു കയറിയതാണോ ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി എടുത്തു കാണിക്കാൻ കഴിയുന്നത്? ക്ഷേമ പെൻഷൻ വിതരണത്തിൽ എപ്പോഴെങ്കിലും ഒരു 100 രൂപ കാശിനെങ്കിലും വർധനവ് വരുത്തിയോ? ബജറ്റ് കഴിഞ്ഞു പോയല്ലോ. നിർത്തലാക്കാനുള്ള നീക്കം നടക്കും. ഇത്തവണയും കൂടെ നടക്കും. അടുത്ത തവണയും കൂടെ ഓണം അങ്ങോട്ട് കഴിഞ്ഞാൽ അടുത്ത തവണ മുതൽ എല്ലാം ബാങ്ക് ത്രൂ ആണ്. ഇതൊക്കെയാണോ ശരിക്കും ഒരു വികസനം എന്ന് പറഞ്ഞാൽ? ഇവിടെ കിടക്കുന്ന അദാനി പോർട്ടിൽ വിൽക്കാൻ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന പച്ച നുണയായിരുന്നു. സംസ്ഥാന സർക്കാർ അറിഞ്ഞില്ല എന്ന് പറയുന്ന പച്ച നുണയാണ്. കേന്ദ്രത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. കേന്ദ്രത്തിൽ നിന്ന് പറയാം, സംസ്ഥാന സർക്കാരിൻ്റെ അറിവോട് കൂടി തന്നെയാണ് അദാനി എന്ന് പറയുന്ന ഒരു കമ്പനി ഇവിടെ കച്ചവടത്തിന് ഒരുങ്ങിയത്. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ, കഴിഞ്ഞ സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന പോർട്ട് MD ആയിരിക്കുന്ന അല്ലെ പോർട്ട് സെക്രട്ടറി ആയിരുന്ന ദിവ്യ എസ് അയ്യർ എത്ര കോടി രൂപയാണ് കരാർ ലംഘനത്തിന് അദാനി ഗ്രൂപ്പിന് ഫൈൻ ഇട്ടതെന്നറിയാം?
100-ലധികം കോടി രൂപയാണ് ഫൈൻ ഇട്ടത്. അപ്പം കരാർ ലംഘനം നടത്താൻ തയ്യാറിരിക്കുന്ന ഒരു കമ്പനി, എന്നിട്ട് ഏറ്റവും അവസാനം ഞാൻ അതൃപ്തി രേഖപ്പെടുത്തി എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ട ഒരു മുഖ്യമന്ത്രി. നഗ്നമായ കരാർ ലംഘനം നടത്തി കഴിയുമ്പോൾ അവിടെ അതൃപ്തി രേഖപ്പെടുത്തുകയാണോ ഒരു ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രി ചെയ്യേണ്ടത്? എൻ്റെ കോൺസെപ്റ്റിലല്ല. ഒരു അതൃപ്തി രേഖപ്പെടുത്തി അയ്യോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എന്ന് പറയുന്നതിലല്ല കാര്യം. എന്തുകൊണ്ടാണ് ഇവിടെ പിന്നെ ദിവ്യേഷ് അയ്യരെ പോലെ ഒരാളെ അവിടുന്ന് വളരെ പെട്ടെന്ന് മാറ്റിയത്? വളരെ തിടുക്കപ്പെട്ട് മാറ്റിയല്ലേ? അല്ലെങ്കിൽ ദിവ്യേഷ് അയ്യരെ മാറ്റാനുള്ള ഒരു ജെനുവിൻ റീസൺ ഉണ്ടോ? ഇപ്പൊ പൊളിറ്റിക്സ് ആണെന്ന് പറയാം. ദിവ്യേഷ് അയ്യരെ സംബന്ധിച്ചിടത്തോളം ദിവ്യേഷ് അയ്യർ ഒരു പിണറായി വിജയൻ പൊളിറ്റിക്സിന്റെയോ അല്ല CPM പൊളിറ്റിക്സിന്റെയോ CPI പൊളിറ്റിക്സിന്റെയോ ആളല്ല. ദിവ്യേഷ് അയ്യരുടെ ഒരു പശ്ചാത്തലം പരിഗണിച്ചു കഴിഞ്ഞാൽ അവരുടെ തന്നെ തിരുവനന്തപുരം പ്രതിപക്ഷ നേതാവിന്റെ പിന്നെ നഗരസഭയിൽ ഉള്ള ഒരു കോൺഗ്രസ്സുകാരനായ K ശബരിനാഥന്റെ ഭാര്യ G കാർത്തികേയൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന്റെ മരുമകളാണ്. സോ ദിവ്യേഷ് അയ്യരെ സംബന്ധിച്ചിടത്തോളം ശക്തമായൊരു കോൺഗ്രസ് പശ്ചാത്തലം തന്നെയുണ്ട്. ഈ പശ്ചാത്തലം ഉണ്ടായിരുന്നിട്ട് കൂടിയും ദിവ്യേഷ് അയ്യരെ സ്ഥലം മാറ്റാനുള്ള പ്രധാനപ്പെട്ട കാരണമായി എനിക്ക് തോന്നിയത് അദാനി ഗ്രൂപ്പും ദിവ്യേഷ് അയ്യരും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എന്തുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകില്ല? കരാർ ലംഘനം ദിവ്യേഷ് അയ്യർ അനുവദിക്കുന്നില്ല, അതാണ് പ്രശ്നം. എവിടെ കരാർ ലംഘിച്ചുകൊണ്ടാണല്ലോ അദാനിക്ക് ഇത്രയും ഫൈൻ ലഭിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പം ഫൈൻ ധാരാളമായി കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവിടെ അവരുടേതായ ചില കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് ശരിക്കും ഈ 100 ദിവസം കൊണ്ടുണ്ടായ ഭരണവികസനം എന്ന് പറഞ്ഞാൽ. അതിൽ കൂടുതൽ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇവിടെ സർക്കാർ ഉണ്ടോ എന്ന് ചോദിക്കേണ്ട ഒരു ഗത്യന്തരമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. ഓപ്പറേഷൻ തൂഫാൻ എല്ലാവരും കൈയടിച്ച് സ്വീകരിച്ചു. ഇപ്പൊ പിടിയിലായതാരാണ്? സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആയിട്ടുള്ള മുഹമ്മദ് ഹാരിസ് ആണ്. എന്തുകൊണ്ട്? മുഹമ്മദ് ഹുസൈൻ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അപ്പൊ ഇനി ഓപ്പറേഷൻ തൂഫാൻ നിർത്തേണ്ടി വരും. കാരണം എന്താ? ഇനി പിടിക്കാനുള്ളവരെല്ലാം കോൺഗ്രസ്സുകാരായിരിക്കും. ഈ കോൺഗ്രസ്സുകാർ യൂത്ത് കോൺഗ്രസ് ഒക്കെ ആയിരിക്കും. അല്ലേ തന്നെ ആരോപണമുണ്ട്. അതായത് ഈ പറയുന്ന ഈ മെയിൻ കണ്ണികളെ ഒന്നും അവരിലോട്ട് എത്തുന്നില്ല. അതായത് ഈ ചെറിയ ചെറിയ കൈമാറ്റം നടത്തുന്നവരെ മാത്രം പിടിച്ചകത്തിട്ട് തൂഫാൻ എന്ന് പറഞ്ഞ ഒരു കാര്യം നടത്തുന്നു. അതായത് ഈ വലിയ വലിയ റാക്കറ്റുകളുണ്ടല്ലോ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയ വലിയ ആൾക്കാരിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്നുള്ള ഒരു ആരോപണം ഇപ്പൊ തന്നെ ഉയർന്നിട്ടുണ്ട്. കാരണം ഇതിന്റെ ഇപ്പൊ തന്നെ ഈ മുഹമ്മദ് ഹുസൈനെ പിടിച്ച സമയത്ത് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, കർണാടക എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നാണ് ഇവിടേക്ക് വരുന്നത്. അതായത് ബംഗളൂരുവിൽ നിന്നാണ് നമ്മുടെ കേരളത്തിൽ സാധനം. ആരാണ് ബംഗളൂരുവിലെ മുഖ്യമന്ത്രി? DK ശിവകുമാറാണ്. DK ശിവകുമാർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണുള്ളത്. എന്തുകൊണ്ടാണ് അതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ പോകുന്നത്? ഇവിടെ കൊണ്ടുവന്ന് 130 ഗ്രാം മുതൽ 230 ഗ്രാം വരെ ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്. അതായത് വടക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ മുഹമ്മദ് ഹുസൈനെ പോലുള്ള ആളുകളുടെ പ്രധാന രീതി. 4 പ്രതികളെ പിടിയിലായത്. ഒരു സ്ത്രീയാണ് കൊച്ചിയിൽ എത്തിക്കുന്ന ഈ സാധനം. എന്നിട്ട് ഇത് മൊത്ത വിതരണമാണ്. 1 ഗ്രാമിന് 900 രൂപയ്ക്ക് എടുക്കുന്ന 1 ഗ്രാം പുറത്ത് മാർക്കറ്റിൽ നമ്മുടെ സാധാരണക്കാരൻ്റെ ഒരാളുടെ അല്ലെങ്കിൽ മീൻസ് ഇത് ഉപയോഗിക്കുന്ന ഒരു ലഹരി ഉപഭോക്താവിന്റെ കയ്യിലേക്ക് എത്തുമ്പോൾ അതിന്റെ വില 3500 രൂപയാണ്. എത്ര രൂപയുടെ വർധന ഉണ്ടായിട്ടുണ്ടാവും നമ്മൾ സ്വാഭാവികമായി ആലോചിച്ച് നോക്ക്. അതായത് 900 രൂപ പെർ ഗ്രാം ആണ് ഞാൻ പറയുന്നത്. പെർ ഗ്രാം അല്ല, 1 കിലോ അല്ല. പെർ ഗ്രാമിന് 900 രൂപയ്ക്കാണ് ഇവർ അവിടെ നിന്ന് എടുക്കുന്നത്. ഇത് മൊത്ത കച്ചവടം ചെയ്യുന്ന ഒരാളാണ് പിടിച്ചിരിക്കുന്നത്. പിന്നെ ഹുസൈൻ എന്ന് പറയുന്നത് മൊത്ത കച്ചവടമാണ്, ഹോൾസെയിലാണ്. എന്നിട്ട് അവിടെ നിന്ന് റീറ്റെയിലേഴ്സിന്റെ കയ്യിലേക്ക് കൊടുക്കും. റീറ്റെയിലേഴ്സ് ഇത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ സ്കൂളുകൾ, കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും അല്ലാതെയും ഒക്കെ ആവശ്യക്കാരെ കണ്ടെത്തി ഇത് കൊടുക്കുകയും ചെയ്യും. ഇത് വലിയൊരു കണ്ണിയാണ്. ഈ കണ്ണി ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേളിൽ നിന്ന് ബ്രേക്ക് ചെയ്യണം. മേളിൽ നിന്ന് എന്താ പറയുക, മുകളിലുള്ള സാധനം കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ താഴേക്കുള്ള എല്ലാം വരണ്ടു പോകും. നമ്മളിപ്പോൾ ഒരു ചെടിയുടെ വേര് എന്ന് പറയില്ലേ, ആ ചെടിയുടെ വേരിന്റെ മേൽവശം വെച്ച് കട്ട് ചെയ്ത് നോക്കും. വേരിനെയും ആ സ്റ്റെമ്മിനെയും തമ്മിൽ വേർപെടുത്തി കഴിഞ്ഞാൽ വേരുണങ്ങിപ്പോകും. ഇതേ അവസ്ഥയിലാണ് ചെയ്യേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനിയും സ്വാഭാവികമായിട്ടും തൂഫാൻ എന്ന് പറയുന്ന പ്രോജക്റ്റ് ഒരു പക്ഷേ നമ്മുടെ സംസ്ഥാന സർക്കാരിന് ക്യാൻസൽ ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾക്ക് ഈ പറയുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകർ അറസ്റ്റിലാവും. അത് ഭയമുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഇതൊക്കെ മാധ്യമങ്ങളിലൂടെ, സാമൂഹ്യ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത്തരം മാധ്യമങ്ങളെ വിലക്കുന്നത് ഫാസിസ്റ്റ് സമീപനമാണ്. നരേന്ദ്രമോദി എന്താണോ ചെയ്യുന്നത്? പണ്ട് ഇവിടെ കേരളം ഭരിക്കുന്നത് മുണ്ടുടുത്ത മോദിയാണ് എന്ന് പറഞ്ഞ ഷാഫി പറമ്പിലുണ്ടല്ലോ, എന്താ ഇപ്പൊ ഒന്നും മിണ്ടാതെ? ഷാഫി പറമ്പിലെ വായിക്കാത്ത എന്താ ആരെങ്കിലും എന്തെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടോ? ഷാഫി പറമ്പിലെ വാ തുറന്ന് പറഞ്ഞൂടെ ഇപ്പോഴും മുണ്ടുടുത്ത മോഡിയാണെന്ന്? മുണ്ടുടുത്ത കഷണ്ടിയുള്ള മോഡിയാണെന്ന് എന്തുകൊണ്ട് ഷാഫി പറമ്പിലിന് പറയാൻ തന്റെ പറയാൻ പറ്റിയ സാഹചര്യം ഉള്ളത്? ഈ ഉദ്യോഗസ്ഥ തലങ്ങളിലെല്ലാം ഇരിക്കുന്ന ആരാണ്? എല്ലാ സംഘികളാണ്. അപ്പം
സ്വാഭാവികമായിട്ട് ഇനിയിപ്പം വി ഡി സതീശൻ ഇപ്പം എന്താ മാധ്യമങ്ങൾ മിണ്ടുന്നില്ലല്ലോ, മറ്റേത് പൂക്കി. വി ഡി സതീശൻ ചിരിക്കുന്നില്ലേ? വി ഡി സതീശൻ മാധ്യമങ്ങളോട് കടക്ക് പുറത്തെന്ന് പറഞ്ഞിട്ടില്ല. വി ഡി സതീശൻ മാധ്യമങ്ങളെ സ്നേഹത്തോടെ നോക്കി ചിരിക്കാറില്ലേ? വി ഡി സതീശൻ മാധ്യമങ്ങളെ ആഴ്ചയിൽ 3-4 ദിവസം 3-4 തവണ എറണാകുളം, തൃശ്ശൂർ, കൊച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ സംസാരിക്കാറില്ലേ? അപ്പൊ മാധ്യമപ്രവർത്തകർക്ക് ഭയങ്കര ഇഷ്ടമായി. കാര്യം ഞങ്ങൾക്ക് പിന്നെ വെറുതെ ഇരിക്കുന്ന സമയത്ത് പണിയില്ല എന്നൊരു തോന്നലുണ്ടാവില്ല. കാര്യം എല്ലാ ദിവസവും വി ഡി സതീശന്റെ പത്രസമ്മേളനം ഉണ്ടാവും. എന്നാൽ ഇന്നോ മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാതെ കടന്നു പോകുന്ന ഒരു വി ഡി സതീശനെ നമ്മൾ കാണുന്നത്. അപ്പം ഇവിടെ എന്താ ചെയ്യുന്നത്? ഇപ്പം മാധ്യമങ്ങൾ മറിച്ചെഴുതുമോ? മാധ്യമങ്ങൾ പറയുമോ ഈ വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി? ഈ മാധ്യമങ്ങളുടെ എത്ര ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം തന്നിട്ടുണ്ടെന്ന് മാധ്യമങ്ങളൊന്ന് വിലയിരുത്തട്ടെ. വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോട് ചോദിച്ച ചോദ്യങ്ങളിൽ കൃത്യവും വ്യക്തവും സ്പഷ്ടവുമായ ഉത്തരങ്ങൾ, എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര ഉത്തരങ്ങൾ തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ മാധ്യമങ്ങളിലെ റിപ്പോർട്ടേഴ്സ് ഒന്ന് വിലയിരുത്താൻ നന്നായിരിക്കും. കാരണം ആ നിലയ്ക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം മാധ്യമ നിയന്ത്രണമാവും, ഇനി മാധ്യമങ്ങളെ കാണാതെ കടന്നു പോകുന്ന ഒരു അവസ്ഥ വരും. മാധ്യമങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ പരിപാടിയിലേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് ശക്തമായി പറയുന്ന ഒരു തലത്തിലേക്ക് പോകും. തനിക്കെതിരായി വരുന്ന വാർത്തകൾക്കെതിരെ ഇത്രയും അസഹിഷ്ണുത പുലർത്തുന്ന ഒരു നേതാവും ഇതുവരെ ഉണ്ടായിട്ടില്ല. 3 മാസം കൊണ്ട് ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയ വി ഡി സതീശൻ ഇനിയും ബാക്കി വരുന്ന ഏകദേശം ഒരു 4 വർഷവും 9 മാസവും തികയ്ക്കുമോ എന്നുള്ള കാര്യത്തിലും ഇപ്പോൾ നമുക്ക് സംശയമുണ്ട്, നല്ല സംശയമുണ്ട്.